കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലവും നമുക്ക് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിനെ പാടി സ്തുതിക്കാം. എന്നോട് ചേർന്ന് എല്ലാവരും, അറിയാവുന്ന എല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, സ്തോത്രം. മരുഭൂമിയിൽ ഞാൻ അഭയാർത്ഥി, കരങ്ങളിൽ ജലമില്ല കുടിപ്പാനായി. മരുഭൂമിയിൽ ഞാൻ അഭയാർത്ഥി, കരങ്ങളിൽ ജലമില്ല കുടിപ്പാനായി. അടുത്തെങ്ങും തണലില്ല വസിപ്പാനായി, അവിടെയും നിൻ മുഖം മറയ്ക്കരുതേ. അടുത്തെങ്ങും തണലില്ല വസിപ്പാനായി, അവിടെയും നിൻ മുഖം മറയ്ക്കരുതേ. ഒരിക്കലി ജഗത്തെയും ജഡത്തെയും പിരിയുമ്പോൾ ആരുണ്ടെന്നെ നടത്താൻ. ഒരിക്കലി ജഗത്തെയും ജഡത്തെയും പിരിയുമ്പോൾ ആരുണ്ടെന്നെ നടത്താൻ. ഒരിക്കലും പിരിയാതടുത്തിരിപ്പാൻ വൻകൃപയും തിരുമുഖവും തന്നെ. ഒരിക്കലും പിരിയാതടുത്തിരിപ്പാൻ വൻകൃപയും തിരുമുഖവും തന്നെ. കേഴുന്നില്ല, മനം നടുങ്ങുന്നില്ല, പാടുന്നു ഞാൻ പക്ഷി പറവയെ പോൽ. കേഴുന്നില്ല, മനം നടുങ്ങുന്നില്ല, പാടുന്നു ഞാൻ പക്ഷി പറവയെ പോൽ. വീഴുന്നു ഞാൻ തിരുപ്പാദങ്ങളിൽ, പദവിയല്ലോ നിൻ പിതൃസ്നേഹം. വീഴുന്നു ഞാൻ തിരുപ്പാദങ്ങളിൽ, പദവിയല്ലോ നിൻ പിതൃസ്നേഹം. കരങ്ങളെ നീട്ടുക പ്രിയദാതാ, നടപ്പിലൻ കാലുകൾ വഴുതാതെ. കരങ്ങളെ നീട്ടുക പ്രിയദാതാ, നടപ്പിലൻ കാലുകൾ വഴുതാതെ. കിടക്കയിൽ ഹൃദയം പതരാതെ, മരിച്ചാലൻ ജീവിതം തകരാതെ. കിടക്കയിൽ ഹൃദയം പതരാതെ, മരിച്ചാലൻ ജീവിതം തകരാതെ. മാറരുതേ, മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. ആമേൻ. മാറരുതേ, മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. മാറരുതേ, മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് 51 സങ്കീർത്തനം അതിൻ്റെ 10 വാക്യം വായിക്കാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഒന്നുകൂടെ വായിക്കാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് മഹത്വം. അതെ, ദാവീദ് ഇവിടെ പറയുകയാണ്, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമെന്ന്. അതെ, എപ്പോഴും സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെങ്കിലും അസ്വസ്ഥതകളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ
നമുക്കൊരു ഹൃദയത്തിനകത്തൊരു സ്വസ്ഥതയില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും പാപപ്രവൃത്തിയിൽ അകപ്പെട്ടിട്ട് പാപഭാരം കൊണ്ട് അസ്വസ്ഥമായിരുന്ന ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ദൈവത്തോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴേ അവസാനം പറയുകയാണ്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം. പാപം കൊണ്ട് തന്നെ ഭരിച്ച് സ്വസ്ഥതയെല്ലാം നഷ്ടപ്പെട്ട ആ ഭാരം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും അവന് ഒരു പാപഭാരം അകത്തിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതിനൊരു സ്വസ്ഥതയില്ല. ആ സ്വസ്ഥത നഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്കറിയാം ഹൃദയം ഫ്രീ ആയിരിക്കണം. അതായത് നമ്മൾ മനസ്സ് ഫ്രീ ആയിരിക്കണം. മനസ്സ് ഫ്രീ ആകാതെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ നമ്മളെ ആഞ്ഞടിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥതയുള്ള ഒരു മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല. അപ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷം അതിനകത്തില്ല. നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് യേശുക്രിസ്തു വസിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുവാണെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്. ആ ഒരു അവസ്ഥയാണ് ഇവിടെ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. സൃഷ്ടാവ് കടന്നു വരത്തക്കവണ്ണം പാപത്തെ തകർത്ത് കളഞ്ഞ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അകത്ത് വസിക്കുവാൻ തക്കവണ്ണം ദാവീദ് ഇവിടെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തന്നെ ഇവിടെ പണ്ട് ആദാം ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ, ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു നിർമ്മല ഹൃദയമുണ്ടായിരുന്നു. ആ ഹൃദയം പോലെ എൻ്റെ ഹൃദയമാക്കണമേ എന്നിവിടെ ദാവീദ് അപേക്ഷിക്കുമ്പോൾ നമുക്കും ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവെ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അതായത് നിർമ്മലമായൊരു ഹൃദയം നമ്മുടെ അകത്ത് സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, സൃഷ്ടിക്കാൻ കഴിവുള്ളത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പാപത്തെ ക്ഷമിക്കുവാനും ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയം ഒരു പുതുക്കം പ്രാപിക്കണം. ആ പുതുക്കം പ്രാപിച്ച പുതിയ ഹൃദയത്തിന് ഉണ്ടാകുന്ന പ്രത്യേകത ഒരു നുറുങ്ങിയ ഹൃദയമായിരിക്കും. അതായത് ആ പാപക്ഷമ, പാപത്തെക്കുറിച്ചൊരു ബോധം വന്ന് ഞാൻ ചെയ്തത് പാപമായിരുന്നു, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു രൂപാന്തരം സംഭവിക്കുമ്പോൾ, ആ രൂപാന്തരം സംഭവിക്കുന്ന നുറുങ്ങിയ ഹൃദയം വേണം. അല്ലെങ്കിൽ നിർമ്മല ഹൃദയം വേണമെങ്കിൽ പുതിയ ഒരു ഹൃദയം, അതായത് ആത്മാവ് വസിക്കുന്ന ഒരു ഹൃദയം, അത് പ്രകാശിക്കപ്പെട്ട ഒരു ഹൃദയമാണ്. അതായത് ദൈവം വസിക്കുന്ന ഒരു ഹൃദയമാണ്. അതിന് നമുക്ക് അങ്ങനെയുള്ളൊരു ഹൃദയമാണെങ്കിൽ നമുക്ക് ഒരു പാട്ട് പാടാനൊക്കെ സന്തോഷമുള്ളവരാണ് പാട്ട് പാടുന്നത്. അപ്പോൾ തന്നെ ഏകാഗ്ര ഹൃദയമാണ്, ഏകാഗ്രമായൊരു ഹൃദയമാണ് ആ പുതിയ ഹൃദയം വന്നു കഴിയുമ്പോൾ. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ രക്തം തളിച്ച ഹൃദയമാണ്, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള ഒരു ഹൃദയമാണ് ആ ഹൃദയമാക്കണമെങ്കിൽ സ്തോത്രം നമ്മൾക്കൊരു നുറുക്കം വേണം. തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് തകർന്ന ഒരു ഹൃദയമാണോ? നിശ്ചയമായിട്ടും തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അതേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു നിഷ്കളങ്കതയും നിർമ്മലതയും വിശുദ്ധിയും വെളിപ്പെടണമെങ്കിൽ, അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകണമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിർമ്മലമായൊരു ഹൃദയം, നിർമ്മലതയും നിഷ്കളങ്കതയും വിശുദ്ധിയും നമ്മളെ ഭരിക്കണം. അതുകൊണ്ട് നമ്മൾ ചെയ്ത നമ്മുടെ ചിന്തയിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലുള്ള ആ പാപ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ പാപത്തിനകത്ത് കിടക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നെങ്കിൽ മാത്രമേ നിർമ്മലമായൊരു ഹൃദയം നമ്മുടെ അകത്തുള്ളൂ. ആ നിർമ്മലമായൊരു ഹൃദയം നമ്മൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരാൾ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയം നിന്നിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, നിൻ്റെ ആത്യന്ത ശക്തി എൻ്റെ മേൽ വ്യാപിക്കണം. പലവിധമായ കാര്യങ്ങൾ, പലവിധമായ ചിന്തകൾ അകത്ത് ഭരിക്കുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രതികൂല അവസ്ഥകളിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു ഹൃദയമാണ്. നമുക്കതിനകത്ത് ഒരു സ്വസ്ഥമായൊരു ഹൃദയമല്ല, അതിനകത്ത് പല കന്മഷമായൊരു ഹൃദയമാണ്. ആ ഹൃദയത്തോട് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ശരിക്കും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ അടുത്ത് ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ
പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ പ്രാർത്ഥനാ സ്വർഗം നമ്മുടെ കേൾക്കാനിടയാകുകയും അപ്പോൾ തന്നെ നമ്മൾ സങ്കടപ്പെടുകയാണെങ്കിൽ, നമ്മൾ നുറുങ്ങുകയാണെങ്കിൽ, തകർന്നിരിക്കുകയാണെങ്കിൽ നിശ്ചയമായും ആ തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് ആ ഒരു സൃഷ്ടിപ്പ് എൻ്റെ അകത്ത് വെളിപ്പെടണമേ. ഇതുവരെ ഏതെങ്കിലും കുറവുവശങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമുക്ക് ഉപേക്ഷിക്കാം. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. കരുണയുള്ള, നിർമ്മലതയുള്ള, നിഷ്കളങ്കതയുള്ള, വിശുദ്ധിയുള്ള, പാടുന്ന ഒരു ഹൃദയം, അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരു ഹൃദയം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ട ഒരു ഹൃദയം ആയി തീരുവാൻ നമുക്ക് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പല പ്രശ്നങ്ങളിൽ അകപ്പെട്ട് എന്തെങ്കിലും കുടുംബ ജീവിതത്തിലെ അസ്വസ്ഥതകളാകാം, അല്ലെങ്കിൽ തലമുറകളുമായിട്ടുള്ള ബന്ധത്തിലാകാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധിച്ചുള്ള കാര്യം, ഒരു മാതാപിതാക്കളുടെ സങ്കടാവസ്ഥകൾ ഏതൊക്കെ ആയിക്കോട്ടെ, ഒക്കെ കലങ്ങി മറിഞ്ഞിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അസ്വസ്ഥതയാണ്. അങ്ങനെ ഇരിക്കുന്ന അസ്വസ്ഥതയോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്നാൽ നമുക്ക് ദൈവസന്നിധിയിൽ പോരാടി ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പോരാടി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ മത്സരമോ പകയോ പിണക്കമോ വിദ്വേഷമോ ഒന്നും കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല. പലപ്പോഴും ഞെരങ്ങുന്ന അവസ്ഥയിൽ, അസ്വസ്ഥതപ്പെടുന്ന, ഗദ്ഗതപ്പെടുന്ന അവസ്ഥയിൽ ദൈവസന്നിധിയിൽ നിന്ന് കരയുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിനൊരു സന്തോഷവും സമാധാനവും തരും. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒരു കുടുംബജീവിതമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതത്തിൽ പലവിധമായ കഷ്ടങ്ങൾ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്നുമല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ ഒരു സന്തോഷമുണ്ടെങ്കിൽ ചുറ്റുമുള്ള ഭവനത്തിനകത്തുനിന്നോ അല്ലെങ്കിൽ ദേശത്തുനിന്നോ എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ നമ്മളെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ തലമുറകളുടെ വശത്തുനിന്ന് നമുക്ക് വേദനകൾ വന്നു, അല്ലെങ്കിൽ കുടുംബനാഥൻ്റെ കയ്യിൽ നിന്ന് ആ കുടുംബനാഥൻ്റെ അസ്വസ്ഥത നിറഞ്ഞ വാക്കുകൾ നമ്മളെ തളർത്തി നമ്മുടെ ഹൃദയം തകർന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ തൻ്റെ കുടുംബനാഥയിൽ നിന്നാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സഹോദരങ്ങളിലാകാം. എങ്ങനെയാണെങ്കിലും ഹൃദയം തകർന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തിന് ഒരു ആശ്വാസം നമുക്ക് തരണമേന്ന്. അങ്ങനെ ഒരു ആശ്വാസം നമുക്ക് ലഭിക്കണമെങ്കിൽ നിർമ്മലമായൊരു ഹൃദയമാകുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ദൈവം നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ അത് നിർമ്മല ഹൃദയമാണ്. പരിശുദ്ധാത്മാവ് അകത്ത് വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. ഏതെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാമ്പത്തിക ബാധ്യതകളുള്ളവരൊക്കെ വിളിച്ചല്ലോ, വളരെ കഷ്ടത്തിലായിരിക്കുന്നവരൊക്കെ വിളിക്കുവാനിടയായല്ലോ. അവരുടെയൊക്കെ പ്രതികൂല അവസ്ഥയിൽ അവർ കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നതെങ്കിൽ അവരുടെ ഹൃദയത്തിനൊരു സമാധാനമോ സന്തോഷമോ ഒന്നുമില്ല, ഒരു സ്വസ്ഥതയില്ല. അങ്ങനെ കലങ്ങി പറഞ്ഞ ആ ഹൃദയത്തോട് അവരെന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തു, ദൈവമേ, എന്ത് പറഞ്ഞാൽ ഇവരെ സമാധാനിപ്പിക്കേണ്ട കാര്യം? ഒരു പ്രശ്നത്തിനകത്തൂടെ കടന്നു പോകുമ്പോഴേ ആ പ്രശ്നത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ, ആ പ്രശ്നത്തിൻ്റെ ആ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അത് ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ബൈബിൾ കോളേജിൽ പോയി തിയോളജി പഠിച്ചാലും, ഒരാൾക്ക് തിയോളജി പറഞ്ഞു കൊടുത്താലും, ആ തിയോളജി പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ബൈബിൾ സംബന്ധമായ അവർക്കൊരു ആശ്വാസം പറഞ്ഞു കൊടുത്താലും ഒരു പരിധി വരെ അവർക്ക് ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അനുഭവത്തിനകത്തൂടെ, തകർന്നു നുറുങ്ങിയ ഒരു അനുഭവത്തിനകത്തൂടെ കടന്നുപോയ ദൈവ പൈതലാണെങ്കിൽ ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കാൻ നിശ്ചയമായിട്ടും കഴിയും. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഒരു ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ, ഞാൻ ഒരുപാട് കഷ്ടത്തിനകത്തൂടെ പോയി, ഇനിയും ഈ കഷ്ടത്തിൽ കൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, അവരോട് എനിക്ക് സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ വേദന അനുഭവിച്ചത് കൊണ്ട് ആ വേദന കൂടി അവർക്ക് കടന്നു പോകുന്നുണ്ട്. അവർക്ക് ഞാൻ പറയുമ്പോൾ മിക്കവാറും ജീവനായി വെളിപ്പെടും. കാര്യം ഞാൻ തകർക്കപ്പെട്ടവനാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ തകർക്കപ്പെട്ടവർക്ക് മാത്രമേ തകർന്നവരെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇന്ന് പകൽക്കാലം ഭാരപ്പെടുന്ന, കഷ്ടം അനുഭവിക്കുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതെ, ഞാൻ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമെന്ന വാക്യത്തിനെ ആസ്പദമാക്കി പറയുമ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ ദൈവമക്കളുടെ അവസ്ഥകൾ ഏതൊക്കെ തരത്തിലാണ് അവർ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പ്രതികൂലത്തിനകത്ത്
വീട്ടിനകത്തൂടെ കടന്നു പോകുന്ന രോഗങ്ങൾ കൊണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ കൊണ്ട് വളരെ സന്തോഷമായിരുന്ന ഒരു കുടുംബജീവിതം പെട്ടെന്ന് അങ്ങോട്ട് രണ്ടും രണ്ടാകുന്ന അവസ്ഥകൾ, അപ്പോൾ തന്നെ പറയുന്നത് തമ്മിൽ മനസ്സിലാക്കാൻ കഴിയാത്തത്, അപ്പോൾ തന്നെ സാമ്പത്തിക ബാധ്യത വരുമ്പോൾ ഓരോരുത്തരും അവരുടെ വീട്ടിനകത്ത് വന്നു കയറി, ഇതൊക്കെ ഹൃദയം അങ്ങ് തകരുവാനും അല്ലെ ഹൃദയത്തിൻ്റെ സ്വസ്ഥത സമനില തെറ്റുവാനിടയാവും. ആ മാനസിക സമനില തെറ്റാം. അപ്പോഴെങ്ങനെയാ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കാൻ പറയുന്നത്? അതേ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ കരത്തിലോട്ട് മൊത്തം കൊടുക്കും. ഹൃദയം മൊത്തം പകർന്ന് അങ്ങ് ദൈവത്തിന് നമ്മുടെ സങ്കടങ്ങളെ വേദനകളെ എല്ലാം അവിടോട്ട് അങ്ങ് പകർന്നു വെക്കാൻ നമുക്കൊരു ഇടമുണ്ട്, നമുക്കൊരു സ്വർഗമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വേദനകളൊന്നും കേൾക്കാൻ ആർക്കും സമയമില്ലായിരിക്കും, എന്നാൽ നമ്മുടെ സങ്കടങ്ങളെ കേൾക്കാൻ ഒരാളുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകൻ ഒരാളുണ്ട്, നമ്മുടെ മാനസിക അസ്വസ്ഥതകൾക്ക് ഒരു പരിഹാരകനുണ്ട്. അതുപോലെ നമ്മുടെ ഹൃദയം അതെ കഠിനപ്പെട്ട് കിടക്കുന്ന ഹൃദയമാണെങ്കിൽ, പാപം നിറഞ്ഞ ഹൃദയമാണെങ്കിൽ, പല വിധത്തിലും പാപത്തിൽ നിറഞ്ഞ ഒരു കൂട്ടം വ്യക്തികളുണ്ട്. അവർ ദൈവസന്നിധി പ്രാർത്ഥിക്കും, പക്ഷെ ആ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ എൻ്റെ പാപങ്ങളെല്ലാം പോക്കി എന്നെ ശുദ്ധീകരിച്ച് ആ തങ്കച്ചോര കൊണ്ട് എന്നെ കഴുകി ഇന്ന് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്ത് എന്നെ പുതുക്കമുള്ളവനാക്കി തീർക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ കല്ലുപോലുള്ള ഹൃദയം മാറ്റിയിട്ട് മാംസളമായൊരു ഹൃദയം ഇന്ന് എനിക്ക് തരണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നമ്മുടെ ഹൃദയത്തിനകത്തൊരു സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അകത്ത് വസിക്കുമ്പോൾ നമ്മുടെ ആ ഭാരങ്ങളെല്ലാം അങ്ങ് വിട്ടുപോകും, നമ്മുടെ ആ പാപങ്ങളെല്ലാം നമ്മളിൽ നിന്ന് വേരോടെ പിഴുതുപോകും. അതുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ എന്നെ കർത്താവ് തന്നെ നിയന്ത്രിക്കണമേ, എൻ്റെ ചിന്താമണ്ഡലത്തിൽ നീ തന്നെ നിറഞ്ഞു നിൽക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ അതേ ആ സാമീപ്യവും നമ്മൾക്ക് ഏറെയുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ പാപ വഴികളിലേക്ക് പോകത്തില്ല. ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ പ്രാർത്ഥിക്കുന്നവർ പാപം ചെയ്യുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്തയും സംസാരവും പ്രവൃത്തിയും ഒക്കെ നല്ലതാണെങ്കിൽ നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. തൻ്റെ കുടുംബജീവിതത്തിൽ തനിക്ക് എപ്പോഴും തൻ്റെ ഭാര്യയെ കരുതാനും സ്നേഹിക്കാനും അല്ലെങ്കിൽ ഭാര്യയോട് ചേർന്ന് യേശുക്രിസ്തുവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ കഴിയും. എന്നാൽ അവർ തമ്മിലുള്ളൊരു അസ്വസ്ഥത ഉള്ളപ്പോഴാണ് ദൈവത്തിനും ഒന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഹൃദയവും അസ്വസ്ഥതയാണ്, സമാധാനവും പോയി അതേ, സ്തോത്രം. ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ അകത്ത് സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ വീട്ടിനകത്ത് സമാധാനമില്ലേ, നമ്മുടെ വീട്ടിൽ സന്തോഷമില്ലേ, ആ സന്തോഷം പോയോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവ് എൻ്റെ സന്തോഷം പോയി പോകുന്ന ഒരു സ്വഭാവങ്ങളും എനിക്ക് വേണ്ട എന്ന് നമുക്കിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊരു സമർപ്പണ ഹൃദയമുള്ളവരായി ഇന്ന് പകൽക്കാലം തീരാം. കർത്താവെ, എന്നെ ഭരിക്കുന്നത് എന്താണോ, എന്നെ പ്രലോഭിപ്പിക്കുന്നത് എന്താണോ, അതിൽ നിന്ന് വിടുവിക്കണേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് കഴിയാത്തത് ആരുടെ കൈ കൊണ്ടു കൊടുക്കണം? കർത്താവിൻ്റെ കൈ കൊണ്ടു കൊടുക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലിയ ഭയങ്കര ഭാരമേറിയ വിഷയമായിക്കോട്ടെ, ആ വിഷയം ദൈവത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് നമുക്ക് കൊടുക്കാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ സമാധാനത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, സന്തോഷത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും വരണമെങ്കിൽ പുതിയൊരു ഹൃദയം നമ്മളിൽ ഉണ്ടാകണം. ആ പുതിയൊരു ഹൃദയം സൃഷ്ടിക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഇന്ന് അടുക്കാം, ആ പാദപീഠത്തിലേക്ക് നമുക്ക് പോകാം. ഹല്ലേലൂയ, ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തെ അവസ്ഥ, വേദനയ്ക്കകത്തുനിന്നൊരു മാറ്റം തരണമെന്ന് നമുക്കിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, വിവിധ പ്രതികൂലങ്ങളായിരിക്കുന്ന മക്കള് ആശ്വാസം കണ്ടെത്തട്ടെ. ഈ ലോകം നമുക്ക് സമാധാനം തരത്തില്ല. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു വന്നു, ലോകം തരുന്ന സമാധാനമല്ല. ആ സമാധാനം കൊണ്ട് നമ്മൾ നിറയപ്പെടുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഭവനത്തിനകത്ത് കലഹവും അസ്വസ്ഥതയും പ്രശ്നങ്ങളും പ്രതികൂലവുമാണെങ്കിൽ ഒരു നിമിഷം ഭവനത്തിനകത്ത് നിൽക്കാൻ കഴിയത്തില്ല. ആ ഭവനം കലഹവും മത്സരവും തമ്മിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് മത്സരിക്കുന്നത്. തമ്മിൽ ഒരു കുറവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇപ്പം നല്ല സ്നേഹമുള്ളൊരു നല്ല ഭർത്താവാണെങ്കിൽ ഭാര്യ എന്ത് ചെയ്താലും അത്
അത് നല്ലതാണെന്നേ പറയത്തുള്ളൂ. എന്നാൽ സ്തോത്രം, എന്തെങ്കിലും പലപ്പോഴും പലരും പറയാറുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയാൽ എൻ്റെ അച്ഛന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്താലും എന്തെങ്കിലും ഒരു കുറവ് പറയാതിരിക്കത്തില്ല ആൻറ്റി, എന്നെ എന്തെങ്കിലും ഒരു കുറവ് പറയും. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്, എനിക്കത് ഭയങ്കര വിഷമമാണ്. ഞാൻ ഈ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകുമല്ല, ടോപ്പിക്ക് അതിനകത്ത് നമ്മൾ എങ്ങനെയുള്ളൊരു ഹൃദയം ഉണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വീട്ടിനകത്തുണ്ടാകേണ്ട സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അതിൻ്റെ ഭാഗമാണ്. ആ ഒരു നിർമ്മലമായ ഹൃദയം ഉണ്ടെങ്കിൽ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പം തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയാത്തതും ഇതിൻ്റെ ഒരു ഡിഫക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്നേഹമുള്ള നല്ല ഭർത്താവാണെങ്കിൽ എപ്പോഴും കരുതുകയും സ്നേഹിക്കുകയും, ഇനി എന്തെങ്കിലും ഒരു കുറവ് വന്നാലും, ഒരു പാസ്റ്റങ്ങൾ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പിന്നെ ഒരു തോരനോ ഏതാണ്ട് കരിഞ്ഞു പോയി, കറിക്കാൻ എന്തോ കരിഞ്ഞു പോയപ്പം ഭാര്യ പറഞ്ഞു, അച്ഛാ ഇന്ന് ഇച്ചിരി കരിഞ്ഞു പോയി, ഒന്നും ചിന്തിക്കല്ലേ. അന്നേരം പറഞ്ഞു ആ തോരൻ കൂട്ടിയിട്ട് പറഞ്ഞു, ഇന്നാണ് ഏറ്റവും ടേസ്റ്റുള്ള ഫുഡെന്ന്. ആ ഭാര്യയ്ക്ക് എന്ത് സന്തോഷം വന്ന് കാണും. കൊള്ളാത്തത് കൊള്ളാമെന്ന് പറയുന്നതല്ല, പക്ഷേ ആകെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അത് കൊള്ളത്തില്ല എന്ന് പറയുമല്ലോ എന്ന് ഭയന്ന് ചെല്ലുമ്പോൾ, ഒരു സമാധാനമായിട്ടൊരു വാക്ക് ചെല്ലുമ്പോഴത്തെ എന്താണ് അതിനകത്തുണ്ടാകുന്നൊരു സന്തോഷം, അത് പ്രത്യേകമാണ്. എന്നാൽ ഈ ഭൂമിയിലെ ഈ സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഇതൊക്കെ നശ്വരമായ കാര്യമാണ്. ഇതിനപ്പുറമായൊരു സമാധാനവും സന്തോഷവും സ്വർഗത്തിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ആ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ആ മഹാസന്തോഷം നമ്മുടെ നിത്യതയിൽ എത്തപ്പെടുമ്പോഴാണ് ആ മഹാസന്തോഷത്തെ നമ്മൾ, ആ മഹാസ്നേഹത്തെ, ആ ത്യാഗത്തെ നമ്മൾ കാണുന്നത്. ആ യേശുക്രിസ്തുവിനെ നമ്മൾ കാണുവാൻ, അതേ സ്തോത്രം, നമ്മുടെ ഈ ജീവിതം കഴിയുമ്പോൾ നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ് നമ്മളിവിടെ അങ്ങനെ ആ ഒരുക്കം ഉള്ളപ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് അതെ പരസ്പരം സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുമെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം അതെ സ്വർഗം പോലെയാണ് ഭൂമിയെന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മുടെ ഭവനത്തിനകത്ത് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകാൻ ഇന്ന് പ്രാർത്ഥിക്കാം. പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭവനത്തിനകത്തൊരു സന്തോഷമില്ല, സമാധാനമില്ല, തമ്മിൽ എന്ത് പറഞ്ഞാലും ഈർഷ്യയും പിണക്കവും പകയും. അതെ, ദൈവത്തെ വിളിക്കുന്നു എങ്കിലും വീട്ടിനൊരു സ്വസ്ഥതയില്ല. യഥാർത്ഥമായിട്ട് ദൈവത്തെ വിളിക്കുമ്പോൾ, യഥാർത്ഥമായി ദൈവവുമായി ഒരു ബന്ധമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ ഈർഷ്യയും പകയും വേണം. കാര്യം പകവും പിണക്കവും ഒന്നും ഉണ്ടാകത്തില്ല. എന്താണത്? അതിന് കാരണം ദൈവമകത്ത് വസിക്കുന്നത് കൊണ്ട്. അപ്പോൾ ദൈവമകത്ത് വസിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു പ്രശ്നമില്ല. എന്നാൽ ദൈവത്തെ വിളിക്കുകയും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അന്യഭാഷയിൽ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ സമാധാനമില്ല. അപ്പോൾ അതെന്താണ്? അതെന്തൊരു വിരോധാഭാസമാണ്. തമ്മിൽ ഐക്യതയില്ല, സ്നേഹമില്ല. അതെന്തുകൊണ്ടാണ്? ദൈവം യഥാർത്ഥമായിട്ടും അകത്ത് വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവെ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കുക. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ പുതുക്കപ്പെടുമ്പോൾ, ആ ദൈവത്തിൻ്റെ ആ നിർമ്മല ഹൃദയം നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ, പിന്നെ നമുക്ക് എല്ലാവരെയും ഒരു കുറവ് ചെയ്യുന്നവരെ കണ്ടിട്ട് അവരോട് സഹനത്തോടെ, ക്ഷമയോടെ, അവരെ സന്തോഷത്തോടെ അവരോട് പെരുമാറാനിടയാകും. പരിശുദ്ധാത്മാവ് അകത്ത് വസിക്കുമ്പോൾ, അല്ലെങ്കിൽ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം കുറ്റവും കുറവും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാതെ പ്രശ്നങ്ങളും പ്രതികൂലവും ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കുടുംബങ്ങളിൽ സ്വസ്ഥത കിട്ടാൻ, സമാധാനം കിട്ടാൻ, സന്തോഷം കിട്ടാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ വിഷയം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ സമാധാനം നഷ്ടപ്പെട്ടത് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു ആൻറ്റി, എനിക്ക് എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് തോന്നുക, എനിക്ക് അങ്ങോട്ട് സ്വസ്ഥത കിട്ടുന്നില്ല എന്ന് പറയുന്ന ആ കുടുംബങ്ങളെ ഓർത്ത് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതകളുള്ളവരെ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കാര്യം ഈ ദിവസങ്ങളിൽ ഒരുപാട് പേര് വിളിച്ചു, കുടുംബജീവിതത്തിൽ ഭയങ്കര ഭാരപ്പെടുന്ന മക്കളുണ്ട്. അതുപോലെ തലമുറകളുടെ കാര്യത്തിൽ അവരുടെ ജോലി കാര്യാദികൾ, അവരുടെ എക്സാം, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആത്മീയമായിട്ട് വളരെയധികം ശോഷിച്ചു പോകുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയമായിട്ട് തകർക്കപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ദേശത്തിലും രാജ്യത്തിലും ലോകരാജ്യങ്ങൾ, അതായത് യൂറോപ്യൻ കൺട്രികളിൽ, ഗൾഫ് കൺട്രികളിൽ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തൊക്കെ ഉള്ള
സകല ജനത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം. അവിടെ എവിടെയെങ്കിലും അവർ പല പല ജോലി തിരക്കിലും കഷ്ടത്തിൽ, ജോലിയുടെ ആ ടെൻഷനിൽ, കുടുംബജീവിതത്തിലെ പ്രശ്നത്തിൽ, തലമുറകളുടെ ബന്ധത്തിലൊക്കെ ഒത്തിരി പേര് തകർക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. രോഗികളായവർ, വളരെ ആരോടും പറയാൻ, ആരും സഹായിക്കാനില്ലാതെ, ആരും സ്നേഹിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് ഒരു മുറിക്കകത്ത് രോഗിയായി കിടക്കുന്ന, ഭാരപ്പെട്ട് കിടക്കുന്ന മക്കളുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കൊരു ആശ്വാസം കൊടുക്കാൻ ചിലപ്പോൾ ആരും ചെല്ലുന്നു പോലുമില്ല. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥകളിൽ ഭാരപ്പെടുന്ന മക്കളുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഓർത്ത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അല്പസമയം കർത്താവിൻ്റെ ഹല്ലേലൂയ, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യ പദവിക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഒരിക്കലും ഈ ജഗത്തെയും ജഡത്തെയും ഞങ്ങൾ ആമേൻ സ്തോത്രം ഇട്ടിട്ട് പോകുന്ന ഒരു നിമിഷമുണ്ട്. ഹല്ലേലൂയ, ഞങ്ങൾ മരുഭൂമിയിൽ കർത്താവെ, ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന, ഒറ്റയ്ക്ക് പോലെ ആയിരിക്കുന്ന അവസ്ഥ ുണ്ട്. അവിടെയൊക്കെയും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും അല്ലാതെ ഒന്നുമില്ല കർത്താവെ. ഹല്ലേലൂയ, ഒരിക്കൽ ഞങ്ങൾ ഈ ലോകം വിട്ടുപോകുന്ന ഒരു നിമിഷമുണ്ട്. എന്നാൽ കർത്താവെ, തമ്മിൽ സ്നേഹിക്കുവാൻ, തമ്മിൽ മനസ്സിലാക്കുവാനും, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനും, വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നത് സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും, മറ്റുള്ളവരോട് സഹനം കാണിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ രോഗികളായി ഹോസ്പിറ്റലൈസ്ഡ് ആയി കിടക്കുന്ന മക്കളുണ്ടല്ലോ കർത്താവ്, വിവിധ കർത്താവെ പ്രതികൂലങ്ങളായി കർത്താവെ ഭവനത്തിനകത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന മക്കളുണ്ടല്ലോ, അവരോട് കരുണ തോന്നുന്നു. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത സാന്നിധ്യത്തിൽ മാതാപിതാക്കൾ കഷ്ടം അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനാഥമായി കിടക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഭാരപ്പെടുന്ന മക്കള് കർത്താവ് വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിക്കായി പല പ്രാവശ്യം ടെസ്റ്റ് എഴുതി എന്നിട്ട് ജോലി കിട്ടാത്ത നിന്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ സ്തോത്രം. അങ്ങനെ വിവിധ കഷ്ടങ്ങൾ കൂടി കിടക്കുക, സാമ്പത്തിക ബാധ്യതകൾ ഒന്നൊന്നായിട്ട് കർത്താവെ, കണ്ട ബാധ്യതകൾ കൊണ്ട് സ്വസ്ഥതയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനപ്പുറമായിട്ട്, അതിനെല്ലാത്തിലും ഉപരിയായിട്ട് കർത്താവെ, നിത്യത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം ജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു മാത്രം ഏക മധ്യസ്ഥ ദൈവം, യേശു മാത്രമേ ദൈവമുള്ളൂ എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, അവരുടെ ഹൃദയത്തിൽ യേശുവിനെ സ്ഥാപിക്കാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ചില വ്യക്തികളെങ്കിലും പുറത്തു വരുവാൻ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ ഏൽപ്പിക്കുന്ന കർത്താവെ, ഭരണാധികാരികളെ ഏൽപ്പിക്കുന്നു, മത നേതാക്കന്മാരെ ഏൽപ്പിക്കുന്നു. പ്രത്യേകം ഞങ്ങൾ പാർക്കുന്ന ബാംഗ്ലൂർ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 31 ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം. അതേ കേരള സംസ്ഥാനത്തിന് വേണ്ടി 14 ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 28 സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 9 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ താമസിക്കുന്നതിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലതയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവിന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പലവിധമായ കഷ്ടങ്ങൾ കൂടി അനേക ആത്മാക്കളെ വിടുവിക്കാൻ ഓടുമ്പോൾ കർത്താവെ, അവരുടെ ജീവിതത്തിൽ പല മേഖലകളിൽ പിശാച് അറ്റാക്ക് ചെയ്യുന്ന ദാവീദ് ആമേൻ സിംഹത്തിന്റെ വായിൽ നിന്ന് ആടിനെ എടുക്കുവാൻ ചെന്നപ്പോഴത്തേക്ക് ഹല്ലേലൂയ സ്തോത്രം, നേരെ സിംഹം ദാവീദിന്റെ നേർക്ക് ചെന്നതുപോലെ അഭിഷക്തന്മാരോട് ആമേൻ സ്തോത്രം വെല്ലുവിളിക്കുന്ന സകല പൈശാചിക ശക്തികളുടെ മേൽ എന്റെ കർത്താവിന് ജയമെടുക്കണമേ. അനേക കർത്തൃദാസന്മാർ ഭാരത്തോട് പ്രയാസത്തോട് ആമേൻ ശുശ്രൂഷ മുന്നോട്ട് പോകുവാൻ കഴിയാതവണ്ണം ഹല്ലേലൂയ സ്തോത്രം ഒരു സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാതവണ്ണം പിശാച് തടഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ ആമേൻ സ്തോത്രം ആയിരിക്കുന്ന മേഖലയിൽ പോരാടി പ്രാർത്ഥിപ്പാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ, ആമേൻ ശക്തമായി പ്രാർത്ഥിപ്പാനുള്ള ദൈവശക്തി അവരുടെ മേൽ ഇന്ന്, അത്യന്ത ശക്തി ഇന്ന് അവരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവെ. അനേക കർത്തൃദാസന്മാർ കഷ്ടം അനുഭവിക്കുന്നുണ്ടല്ലോ, അവരെ കർത്താവ് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. അവരായിരിക്കുന്ന സകല മേഖലകളും, അവരുടെ കുടുംബങ്ങൾ, തലമുറകൾ കർത്താവെ വിശ്വാസികളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദേശത്തെ ഏൽപ്പിക്കുന്നു. സകല ജനത്തെ, സകല മാനവരാശിയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രതികൂലമായിരിക്കുന്ന എല്ലാ മക്കളോടും അങ്ങ് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ പ്രതികൂലങ്ങൾ, ഏതൊക്കെ പ്രശ്നമാണോ പറയാൻ കഴിയാതെ വിഷമിക്കുന്ന നിന്റെ മക്കളുണ്ടല്ലോ, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സകല മേഖലകളും കർത്താവിന്റെ കൃപ കൂടിയിരിക്കണമേ. ഇന്ന് പകൽക്കാലം കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് സകല വിഷയത്തിന്റെ മേലും അത്ഭുതം അങ്ങ് ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.